ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ ഷെഫ് കാർത്തിക്. റെസ്റ്റോറൻറ്റിൽ പോയി ചിക്കൻ ടിക്ക കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേകതര സ്മോക്കി ഫ്ലേവർ കിട്ടാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഈ തന്തൂറിലെ ഷെഫ് ഈ ചിക്കൻ ടിക്ക കുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് മേലെ ശകലം ബട്ടർ ഇട്ട് കൊടുക്കും. ഈ ബട്ടർ ഇട്ടിട്ട് തന്തൂറിനകത്ത് കുത്തുമ്പോഴത്തേക്ക് ഈ ബട്ടർ ഇങ്ങനെ മെൽട്ടായി ഈ തന്തൂറിൻ്റെ കരി ഉണ്ടല്ലോ, ആ കരിക്കകത്ത് വീഴുമ്പോഴത്തേക്ക് അതിനൊരു സ്മോക്ക് വരും. ആ സ്മോക്ക് കൊണ്ടാണ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പോഴത്തേക്ക് ഈ ചിക്കൻ ടിക്കക്ക് ഈ പ്രത്യേകതര സ്മോക്കി ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ആ സ്മോക്കി ഫ്ലേവർ ഉള്ള ചിക്കൻ ടിക്ക എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് കട്ട് ചിക്കൻ്റെ ലെഗ് പീസാണ്. ലെഗ് ബോൺലെസ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 300-350 ഗ്രാം ഉണ്ട് ചിക്കൻ്റെ ലെഗ് ബോൺലെസ്. നമുക്കിത് നമ്മളുടെ കൃത്യമായിട്ടുള്ള ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഹോട്ടൽസ് എന്ന് ചോദിച്ചാൽ ഒരു 40-45 ഗ്രാംസ് എടുക്കും. കുറച്ച് വലിയ പീസായിട്ട് അവർക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, കാരണം തന്തൂറിനകത്താണ് കുക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ചെറിയ പീസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ പാനകത്ത് തന്നെ ഗ്രില്ല് ചെയ്ത് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ മേലുള്ള ഫാറ്റ് പീസ് ഉണ്ടല്ലോ, ആ ഫാറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഏകദേശം ഈ സൈസിലുള്ള പീസ് ഒരു 30-35 ഗ്രാംസ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ദോശത്തവ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു പാനിനകത്ത് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചിക്കനെയും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാരിനേഷൻ നമുക്കൊന്ന് തയ്യാറാക്കാം. ഇപ്പോൾ നമുക്ക് ചിക്കൻ ടിക്കയുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമുക്ക് ഇതിനകത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാദാ ഉപ്പ്, പിന്നെ ഇത് ബ്ലാക്ക് സോൾട്ടാണ്, ലേശം ചാട്ട് മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ ഇത് സാദാ ജീരകത്തിൻ്റെ പൊടി. ശരിക്കും ഇതിനകത്ത് ഹങ്കേർഡ യൂസ് ചെയ്യേണ്ടത്, നമുക്ക് സാധാരണ തിക്കായിട്ടുള്ള കേർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു 1.5 ടേബിൾ സ്പൂൺ. പിന്നെ കസൂരി മേത്തി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, നല്ല ഫ്ലേവർ കിട്ടും, ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ചിക്കൻ ടിക്കയ്ക്കകത്ത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ലേശം മസ്റ്റർഡ് ഓയിൽ, കടുകിൻ്റെ എണ്ണ. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര്. ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. സാധാരണ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ടിക്ക ഇങ്ങനെ മാരിനേറ്റ് ചെയ്യും. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്യും. ഏകദേശം ഒരു 12-24 മണിക്കൂർ ഇവർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇന്ന് തീരുവാണെങ്കിൽ നാളെ വേറെ ബാച്ച് ഉണ്ടാക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു റോളിങ്ങിൽ നമുക്ക് എപ്പോഴും ഒരു 12-24 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ടിക്ക കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ജ്യൂസി ആയിട്ട് നമുക്കിത് കിട്ടാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂറിലിരുന്ന് 6 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടായാൽ നിങ്ങൾ തലേ ദിവസം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ടിക്കയ്ക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ വരുന്നത് പോലെ ഒരു സ്മോക്കി ഫ്ലേവർ നമുക്ക് ഇതിനകത്ത് ഇൻഫ്യൂസ് ചെയ്യാൻ പോകുന്നത്, അതെങ്ങനെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ കരി ഉണ്ടല്ലോ, കരി ഇങ്ങനെ ഇതിനകത്ത് വയ്ക്കാം. വുഡൻ ചാർക്കോളാണ് എടുത്തേക്കുന്നത്. നമുക്കിത് കിട്ടില്ലെങ്കിൽ ചിരട്ടക്കരി ആയാലും കുഴപ്പമില്ല. അതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ സ്മോക്ക് വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇത് അടച്ച് വയ്ക്കണം. എന്നിട്ട് ഒരു 15-20 മിനിറ്റ്സ് നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓൾറെഡി ഈ സ്മോക്കി ഫ്ലേവർ ഈ ചിക്കൻ ടിക്ക മാരിനേഷൻ തന്നെ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഇത് തുറക്കാം. പാന് ചൂടായതിനു ശേഷം അതിനകത്ത് നമുക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമുക്കിടാൻ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് ഇട്ട് കൊടുക്കാം. വീട്ടിലെ ബാർബിക്യൂ ഗ്രില്ലർ ഉണ്ടായാൽ അതിനകത്ത് ഇത് ഉണ്ടാക്കാൻ അടിപൊളിയാണ്. വീട്ടിൽ ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗെദർ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ മാരിനേഷനൊക്കെ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ലൈവായിട്ട് നമുക്ക് ബാർബിക്യൂ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. ഇത് നന്നായിട്ട് കളർ വരണം. കളർ വന്നിട്ട് വേണം നമുക്ക് തിരിക്കാൻ. ഏകദേശം നമുക്കൊരു 10 മിനിറ്റ്സ് വേണം ഇതൊന്ന് വെള്ളനായി കുക്കായി കിട്ടാൻ. ആദ്യം നമുക്കൊരു 2-3 മിനിറ്റ്സ് അപ്പുറത്തിപ്പുറത്ത് തിരിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ലേശം കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. കണ്ട, ഇങ്ങനത്തെ ഒരു കളർ വരണം. ഇങ്ങനത്തെ ഒരു കളർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് അറിയാം. എന്നിട്ട് നമുക്കിതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഡാർക്ക് കളറും കുറച്ചും കൂടി ക്രസ്റ്റി ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് നല്ല ഫ്ലേവർ കിട്ടുക. അപ്പം ഇതുപോലത്തെ ഒരു കളർ വന്നതിന് ശേഷം എല്ലാം കൂടി നമുക്കൊന്ന് തിരിച്ചിടാം. ഈ ഫയർ ഒന്ന് മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാനിനകത്ത് തന്നെ കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ വെൽഡനായിട്ടുണ്ട്. ഇതായതിനു ശേഷം നമുക്കിതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേറ്റിൽ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം ഒരു 2-3 മിനിറ്റ്. എന്നിട്ട് ഒരു നല്ല സിമ്പിൾ വൈറ്റ് പ്ലേറ്റിനകത്ത് ഞാനിത് എങ്ങനെയാണ് നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാമെന്ന് കൂടി കാണിച്ചു തരാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വൈറ്റ് പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മിൻ ചട്നി ഉണ്ടല്ലോ, ഈ മിൻ ചട്നി ഇങ്ങനെ
ആദ്യം കുറച്ച് ഡ്രോപ്പ് ഇങ്ങനെ ഒരു ഗാർണിഷ് എന്ന് പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് തിരിക്കാം. തിരിച്ചിട്ട് കുറച്ചും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ ടിക്ക ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കാം. അത്രേ ഉള്ളൂ, നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ടിക്ക റെഡിയാണ്. എന്തായാലും ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞത് തന്നെയാണ്, എവരിബഡി ക്യാൻ കുക്ക് ആൻഡ് എവരിബഡി ഹാസ് ടു കുക്ക്.